ഏവർക്കും ഗുരുപദൻ ടി വിയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനവും മാനുഷിക യജ്ഞവും കൈമുതലായി കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ സേവാനികേതനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ശ്രീനാരായണ ഗുരുദേവ ദർശന പ്രചാരകരായി ധാരാളം ധർമ്മപ്രചാരകരെ സൃഷ്ടിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നം വിളമ്പുന്ന ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് വരുന്ന ഗുരുനാരായണ സേവാനികേതനിലെ ഒരു ദിനമാണ് ഇന്ന് നാം ഈ ദൃശ്യ സമാഹാരത്തിലൂടെ കാണുന്നത്. ഏവർക്കും ഈ ദൃശ്യ സമാഹാരത്തിലേക്ക് സ്വാഗതം. ജ്ഞാനസൂര്യനായ ശ്രീനാരായണ ഗുരുദേവൻ ഭാരതത്തിൻ്റെ മഹത്തായ ആത്മീയ സമ്പത്തിലേക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനത്തിൽ അല്പമെങ്കിലും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, SNDP യോഗം പോലുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുള്ള പഠന ക്ലാസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള പഠിതാക്കളായിട്ടുള്ള ഒരു പറ്റം ഗുരു ഭക്തരുടെ കൂട്ടായ്മയാണ് ഗുരുനാരായണ സേവാനികേതൻ. ഗുരു തന്നിട്ടുള്ള അറിവിനെ സ്വായത്തമാക്കുവാൻ വേണ്ടിയിട്ട് ആചാര്യനായ KN ബാലാജി സാറിൻ്റെ സവിധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഈ ഉള്ളവരെല്ലാം. അതിൽ നിന്നും അല്പമായിട്ടുള്ള അറിവ് ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസരം മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും നമുക്ക് ലഭിച്ച അറിവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് എല്ലാവരും ചേർന്ന് 10 വർഷം മുമ്പ് ഗുരുനാരായണ സേവാനികേതൻ എന്ന ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് ജ്ഞാനപ്രസരണം തന്നെയാണ്. ഗുരുവിനെ പറ്റി പഠിക്കുക, ഗുരുവിൻ്റെ ദർശനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, ഭാരതത്തിൻ്റെ സമ്പത്തായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം അല്പമെങ്കിലും സ്വായത്തമാക്കുക എന്നതാണ് ഗുരുനാരായണ സേവാനികേതൻ്റെ ലക്ഷ്യം. അതോടൊപ്പം ഗുരു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ആ ഒരു ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ, നമ്മുടെ വരുമാനത്തിൽ ഒരംശം നമ്മുടെ സഹജീവികൾക്ക് ഉപയുക്തമാകുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തി വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തുമായിട്ട് സേവാനികേതൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഇതിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിൽ വെച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണ വിതരണം രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വിതരണം ചെയ്തു വരുന്നു. ഈ സേവാനികേതൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ അതിൽ പരിമിതമായ സൗകര്യങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരക രോഗം ബാധിച്ച് ചികിത്സിക്കായി എത്തുന്നവർക്ക് നീണ്ട കാലത്തിലുള്ള ചികിത്സ അനിവാര്യമാണല്ലോ. ആ കാലത്ത് അവർക്ക് സൗജന്യമായിട്ടുള്ള താമസ സൗകര്യം നൽകി വരുന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും അവരെ ഡിസ്ചാർജ് ചെയ്താലും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് റേഡിയേഷൻ പോലെയുള്ള തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് തുടർച്ചയായിട്ട് വന്നു പോയിരിക്കണം. ദൂരസ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന രോഗികൾക്ക് അതിന് അവരുടെ ആരോഗ്യവും അവരുടെ സാമ്പത്തിക നിലയുമൊക്കെ അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ളവർക്കും സൗജന്യമായിട്ട് നമ്മൾ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി മിടുക്കരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഗുരുനാരായണ സേവാനികേതന് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. അങ്ങനെ ഈ ഒരു കൂട്ടായ്മ തങ്ങളെ കഴിയുന്ന രീതിയിൽ ഗുരുകൽപ്പിതമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിവിധ സേവന പ്രവർത്തനങ്ങളാണ് സേവാനികേതൻ നടത്തി വരുന്നത്.
പേര് അമ്പിളി എന്നാണ്. എൻ്റെ ചേട്ടൻ്റെ പേര് ശശികുമാർ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കൂടൽ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. എൻ്റെ ചേട്ടന് കൃഷിയാണ്. എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ മക്കൾ പഠിക്കുന്നതാണ്. 9ാം ക്ലാസ്സിലായതേ ഉള്ളൂ. എൻ്റെ ചേട്ടന് 10 വർഷമായിട്ട് ക്യാൻസർ ബാധിതയാണ്. റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം 2 വർഷമായി, 1 വർഷത്തോളമായി കോട്ടയം മെഡിക്കൽ കോളേജ് സർജറിയിലായിരുന്നു. സർജറി ആയി അവിടുന്ന് ഇവിടെ ഗുരുദേവൻ്റെ നാമത്തിൽ ഇങ്ങനൊരു സേവാനികേതൻ ഉണ്ടെന്നറിഞ്ഞ് അവിടെ ചികിത്സയിൽ സർജറിക്ക് വന്ന് മുരളി സാറിൻ്റെ പേഷ്യൻ്റാണ്. സർജറി കഴിഞ്ഞു. ഇനി 5 സർജറി കഴിഞ്ഞ് ഇനിയും സർജറി ഉണ്ട്. ഞങ്ങൾ 3 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഇവിടുത്തെ സുനിൽ സാറും പിന്നെ മണികണ്ഠൻ സാർ, എല്ലാവരും, മാനേജർ സാറ്, എല്ലാവരും നല്ല സഹകരണവും ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഇത്രയും സൗകര്യം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ ചേട്ടൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഇനിയും വികസനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വസ്തു വാങ്ങിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക്, അതായത് ഈ ക്യാൻസർ രോഗികൾക്ക് അതുപോലുള്ള അസുഖക്കാർക്കും എല്ലാം ഇത്രയും സൗകര്യം ഒരുക്കി തരുന്നതുകൊണ്ട് ഇവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നുന്നതിന് അതിനും ദൈവത്തിൻ്റെ നാമത്തിലും ഗുരുദേവൻ്റെ നാമത്തിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇത്ര സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 മാസമായിട്ട് ഇവിടുന്ന് ഭക്ഷണമുണ്ട്, താമസിക്കാൻ ഇത്രയും നല്ലൊരു അന്തരീക്ഷം, ആരിൽ നിന്നും ഒരു ശല്യമായിട്ട് ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യവും കിട്ടി. പിന്നെ ചേട്ടൻ്റെ ചികിത്സ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട്. ഇനിയും ചിലപ്പോൾ 1 മാസം കൂടെ ഞങ്ങളിവിടെ താമസിക്കേണ്ടി വരും. അതുപോലെ ഇവിടെ ഒരു കെട്ടിടം പണിയുന്നുണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്നും എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉള്ളത്. ഇനി അങ്ങോട്ട് നല്ല പ്രവർത്തനം തന്നെ ഇവർ നടത്തട്ടെ എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ സാർമാരെ എല്ലാം നല്ല കൃപയും മനസ്സുമാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഗുരുനാരായണ സേവാനികേതൻ മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി കഴിഞ്ഞ 10 വർഷമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനവസേവയാണ് മാധവസേവ എന്നുള്ള ഗുരുവിൻ്റെ ആപ്തവാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാരായിരിക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ 10 വർഷമായി ഗുരുനാരായണ സേവാനികേതൻ അന്നം വിതരണം ചെയ്യുന്നു. രാവിലത്തെ കാപ്പിയും ഉച്ചയ്ക്ക് ഭക്ഷണവും ആഴ്ചയിൽ 3 ദിവസമായിട്ട് മുടങ്ങാതെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി മുതൽ ആനന്ദനികേതൻ എന്നുള്ള പേരിൽ സമൂഹത്തിലെ വിവിധമായിരിക്കുന്ന തലങ്ങളിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. ആ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് ഗുരുനാരായണ സേവാനികേതനോട് ചേർന്ന് തന്നെയുള്ള ഒരു വാടക കെട്ടിടത്തിലാണ്. ആ വാടക കെട്ടിടത്തിൽ നമുക്ക് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. ഒരുപാട് അമ്മമാർ ഈ ആനന്ദനികേതനിലേക്ക് വരാനുള്ള താല്പര്യവുമായി നമ്മുടെ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ഒരു നല്ല സംരക്ഷണം എങ്ങനെ ഒരുക്കാം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിരിക്കുമ്പോഴാണ് ഗുരുനാരായണ സേവാനികേതൻ്റെ സമീപത്ത് തന്നെ കിടക്കുന്ന ഏതാണ്ട് 30 സെൻറ്റ് സ്ഥലം അവർ വിൽക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ അവരുമായി നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ സ്ഥലം ഗുരുനാരായണ സേവാനികേതൻ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വരുന്ന താമസിക്കുന്ന അമ്മമാർക്ക് സുസ്ഥിരമായിരിക്കുന്ന ഒരു വാസസ്ഥാനം ഒരുക്കാനുള്ള പ്രയത്നത്തിലാണ് ഗുരുനാരായണ സേവാനികേതൻ. ഗുരുനാരായണ സേവാനികേതൻ്റെ ശ്രീനാരായണ ധർമ്മപ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധർമ്മപ്രചാരകരായിട്ടുള്ള ആൾക്കാരെല്ലാവരും വിവിധ കേന്ദ്രങ്ങളിലെ ഗൃഹസന്ദർശനവും
സത്സംഗങ്ങളുമെല്ലാം നടത്തുന്ന അവസരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ധാരാളം ആൾക്കാരെ കാണുവാനായിട്ടുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഗുരുവിൻ്റെ പേരിൽ സഹായിക്കണമെന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തന ആരംഭം മുതൽ തന്നെയുള്ള സ്വപ്നമായിരുന്നു. അതിനുള്ള ഒരു അവസരം ഒരുങ്ങിയത് 2024 ജനുവരി മാസമാണ്. ആനന്ദനികേതൻ എന്ന പേരിൽ ഗുരുനാരായണ സേവാനികേതൻ്റെ ആസ്ഥാനത്തിനടുത്തൊരു വീട്, ഈ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ ആദ്യത്തെ അമ്മയായി അമ്മിണിയമ്മ ഇവിടെ എത്തുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് ഗുരുനാരായണ സേവാനികേതൻ ലോകത്തെ അറിയിച്ചപ്പോൾ മികച്ച പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും ഉണ്ടായത്. സാധാരണ രീതിയിൽ കാണുന്നത് പോലെയുള്ള വാർദ്ധക്യകാലത്ത് ആൾക്കാർക്ക് താമസിക്കുവാനുള്ള ഒരു സങ്കേതമല്ല ഇത്. അച്ഛനമ്മമാരെ കൊണ്ട് താമസിച്ചിട്ട് ആക്കിയിട്ട് മക്കൾക്ക് പോകുവാനുള്ള ഒരു സ്ഥലമല്ല ഇത്. മറിച്ച് ഈശ്വര വിചാരത്തോടു കൂടി സ്വസ്ഥമായി താമസിക്കുവാൻ, സന്തോഷത്തോടു കൂടി താമസിക്കുവാൻ, ആനന്ദത്തോടു കൂടി താമസിക്കുവാനുള്ള ഒരു കേന്ദ്രമാണ് ഗുരുനാരായണ ആനന്ദ നികേതൻ. ഇപ്പോഴിവിടെ ഈ അമ്മമാരാണുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജമ്മ ഒരു മാസം മുമ്പ് ഗുരുപാദത്തിൽ അണഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ അമ്മമാരെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി നോക്കുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമാണ്. സ്വന്തം മക്കളെ പോലെയാണ് അവർ ഞങ്ങളെ കാണുന്നത്. ഞങ്ങളും തിരിച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മമാരെ പോലെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗുരുവിനൊരു പൂജ എന്നതുപോലെയാണ് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇവരെ പോലെ ഒരുപാട് അമ്മമാർ ഇവിടെ താമസിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വരാറുണ്ട്. ഏതാണ്ട് 75-ന് മുകളിൽ ആൾക്കാർക്ക് ഇപ്പോഴിവിടെ താമസിപ്പിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരെ താമസിപ്പിക്കുവാനായിട്ടുള്ള സ്പേസ് ഇപ്പോൾ ഈ വീടിനില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്ത സ്ഥലം വാങ്ങുന്നതും അവിടെ ഒരു ബഹുനില മന്ദിരം ഉയരുന്നതും. ഇതുപോലുള്ള ഒരുപാട് അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഈശ്വര വിചാരത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി താമസിക്കാനുള്ള ഒരു സങ്കേതമാണ്. ഇവിടെ വന്നതിന് ശേഷം സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ആനന്ദനികേതൻ ഞങ്ങൾക്ക് ആനന്ദിക്കാനുള്ള സ്ഥലമായിരുന്നു മനസ്സിലായി. എനിക്ക് പറഞ്ഞ് വർണ്ണിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് 48 മക്കളുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ മക്കൾ. ഒരു ദിവസം ഇവരെ കണ്ടില്ലേ ഞങ്ങൾക്ക് പ്രയാസമാണ്. അവർക്കും അതുകൂട്ട് തന്നെ. ഇപ്പം എൻ്റെ ഇടവും പോലെ ഇരിക്കുന്ന എൻ്റെ മക്കളാണ്, എൻ്റെ പൊന്നു മക്കളാണ്. ഇപ്പം എൻ്റെ വീട്ടുകാരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ആരും ഇനി ഇവിടെ ഉണ്ട്, ഗുരുവിൻ്റെ അരിക്കൽ എനിക്ക് അഭയം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരിക്കുക. എനിക്കിവിടെ ആവശ്യപ്പെട്ട പിള്ളേരുണ്ട്. മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം. സന്തോഷമായിട്ട് ഇവിടെ നമ്മളിപ്പോഴും ജീവിക്കുക. നമുക്ക് ഇവിടെ ഒരു കുറവുമില്ല. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും ഇവിടെ സന്തോഷമായി നടക്കണുണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്മയുണ്ട്, 2 ചേച്ചിമാരുണ്ട്, 2-3 അമ്മമാരുണ്ട്. എല്ലാവരും നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മളങ്ങ് കഴിഞ്ഞു കൂടുക. സന്തോഷமாக നമ്മൾ ജീവിക്കും. കുറച്ച് നേരം എല്ലാം കഴിയുമ്പോൾ എല്ലാവരും അവിടെ തിരിച്ചു തന്നോടിച്ചിരിക്കുമ്പോൾ എനിക്ക് പോകാൻ എനിക്ക് പോകണ്ട. ഇനി ദൈവം വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അനുഭവം ഇവിടെയാണോ, വഴിയിലാണോ, വണ്ടിയിലാണോ, വള്ളത്തിലാണോ, വിമാനത്തിലാണോ, എവിടെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം സുഖമായി ജീവിച്ചു പോകുന്നു. ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഉടമസ്ഥൻ തീരുമാനിക്കും. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവനമായ നാമത്തിൽ ഒരു വലിയ ജനസേവന കേന്ദ്രം കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ഉയരുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന മാനുഷിക യജ്ഞത്തെ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വലിയ ഒരുക്കമാണ് ഗുരുനാരായണ സേവാനികേതൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർക്ക് ചികിത്സ നൽകുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ആതുരാലയമാണ്
പാവങ്ങളുടെ എല്ലാം ആശ്രയ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇവിടെ എത്തുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവനമായ നാമത്തിൽ ഗുരുനാരായണ സേവാനികേതൻ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട്, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ സമയത്താണ് ഗുരുനാരായണ സേവാനികേതൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ഇപ്പോൾ പ്രവർത്തിക്കുന്ന അതിൻ്റെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വാങ്ങി അവിടെ ഒരു 6 നില കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന സാധാരണക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ കൊടുക്കുക. അതായത് അവർക്ക് 3 നേരം ഭക്ഷണം, ഏറ്റവും പ്രധാനമായും അതുതന്നെയാണ്, 3 നേരവും ഭക്ഷണവും. അതുപോലെ റേഡിയേഷൻ ചികിത്സ നടത്തുന്നവർക്കും ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വിധേയരായവർക്കും കാർഡിയോതൊറാസിക് സർജറിക്ക് വിധേയരായിട്ടുള്ള ആൾക്കാർക്കുമെല്ലാം ദീർഘദൂര യാത്ര ഒഴിവാക്കി മെച്ചപ്പെട്ട സൗകര്യത്തിൽ താമസിക്കേണ്ട സാധാരണക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെ ഏറ്റവും മികച്ച ഒരു സൗകര്യം കൊടുക്കുക എന്നുള്ള ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഗുരുനാരായണ സേവാനികേതൻ്റെ ഭാഗമായ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കുന്ന അമ്മമാർക്ക് ഏറ്റവും മികച്ച സൗകര്യമുള്ള ഒരു കേന്ദ്രവുമെല്ലാം ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഗുരുനാരായണ സേവാനികേതനും ഗുരുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം നല്ല ഭക്തന്മാരും. അവരുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു യജ്ഞം, ഈ മാനുഷിക യജ്ഞം, മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ പൂജിക്കുവാൻ സാധിക്കൂ. ഗുരുദേവൻ അടിവരയിട്ട് പറയുന്നതാണ്. അങ്ങനെ യഥാർത്ഥമായ ഈശ്വര പൂജ, ഗുരുദേവന് നിർദ്ദേശിച്ചിരിക്കുന്ന ഈശ്വര പൂജയെ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വലിയ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ആശ്രയമറ്റാൽ, ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഗുരുനാരായണ സേവാനികേതൻ എപ്പോഴും കൂടെയുണ്ടാവും. ആർക്കും എപ്പോഴും സേവാനികേതൻ്റെ സഹായങ്ങൾ ലഭ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരുക്കത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുരുനാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ പ്രണാമം. നമ്മെ അറിയാൻ ആരുമില്ലല്ലോ, നമുക്കാരുമില്ലല്ലോ തമ്പി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആത്മകഥം പോലെ, എന്നാൽ നടരാജഗുരു കേൾക്കത്തക്ക രീതിയിൽ പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചുറ്റും ആരുമില്ലെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. ബഹുലക്ഷം ജനങ്ങൾ ഗുരുവിനോടൊപ്പമുണ്ടായിരുന്നു, ഗുരുവിനെ കേട്ടറിഞ്ഞവരുണ്ടായിരുന്നു.
പക്ഷേ നമ്മെ അറിയാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥ നാം ആരാണെന്ന് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നായിരുന്നു ആ ഒരു ആത്മകഥത്തിൻ്റെ താത്പര്യം. എന്ന് പറഞ്ഞാൽ ആത്മബോധമുണ്ടായി ജഗതീശ്വര ചൈതന്യമായിട്ട് വിലസുന്ന ഒരു മഹാഗുരുവിനെ ആ രീതിയിൽ മനസ്സിലാക്കാതെ പച്ചക്കറി കച്ചവടക്കാരൻ രത്നത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് പോലെ നിർണ്ണയിക്കുന്ന ആളുകളായിരുന്നു ഗുരുവിന് ചുറ്റുമുണ്ടായിരുന്നവരും പിന്നീട് വന്നവരുമൊക്കെ. അപ്പോൾ ഗുരുവിനെ അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു വിലാപം ഇപ്പോഴും സംഗതമായി നിൽക്കുകയാണ്. യഥാർത്ഥ ഗുരുമുഖം, ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിമാതിരേകം, ഗുരു ആരാണ് എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഗുരുവിൻ്റെ ദാർശനിക മേഖലയിലുള്ള യാത്ര അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, ഗുരുവിൻ്റെ ധർമ്മം, ഗുരുവിൻ്റെ ജീവിതചര്യ ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചേ പറ്റൂ. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശ്രീനാരായണ പഠന കേന്ദ്രങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെയായിട്ട് നടത്തി വരികയും ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ ഉപഭോക്താക്കളാവുകയും നൂറുകണക്കിന് ആളുകൾ ശ്രീനാരായണ ധർമ്മ പ്രചാരകരായിട്ട് ഗുരുവിൻ്റെ പതാക വാഹകരാകുവാൻ ശ്രമിച്ചിരുന്നു. അതൊന്നും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു സിസ്റ്റമാറ്റൈസ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഗുരുനാരായണ ധർമ്മപ്രചാരകരുടെ ഒരു കൂട്ടായ്മ 10 വർഷം മുമ്പ് ഗുരുവിൻ്റെ ഒരിച്ഛ പോലെ നടന്നത്, അല്ലെങ്കിൽ തുടങ്ങി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുമോ അത്തരത്തിലൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മറ്റ് മീഡിയാസിൽ കൂടിയും ഒക്കെ നടത്തി വരുന്നു. അതോടൊപ്പം മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വരനെ സേവിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന ഗുരുവൈഖരി പ്രാവർത്തികമാക്കുവാൻ ഈ കുഞ്ഞ് സംഘടനയുടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഗുരുനാരായണ സേവാനികേതൻ്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന എല്ലാവർക്കും രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കൊടുക്കുന്നു. അവിടെ വരുന്നവർക്കൊക്കെ ആവുന്നതുപോലെ മെഡിക്കൽ എയ്ഡും അതേപോലെ വസ്ത്രദാനം, താമസിക്കാനുള്ള സൗകര്യവുമൊക്കെ ചെയ്തു വരുന്നു. ഏതാണ്ട് 1 വർഷം മുമ്പ് ഗുരുവിൻ്റെ വലിയ ഒരു താത്വികമായ ദർശനത്തിൻ്റെ സഫലീകരണം എന്നോണം അവസാന കാലഘട്ടം ഈശ്വര വിചാരത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു സങ്കേതം ഗുരുവിൻ്റെ പേരിൽ ഉണ്ടാവണമെന്ന് വിചാരിച്ച് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ കുറച്ച് സത്തുക്കളായിട്ടുള്ള അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആനന്ദനികേതൻ തുടങ്ങി അത് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഇതൊക്കെ നടക്കുവാൻ ഗുരുകാരുണ്യം മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. സേവാനികേതൻ്റെ ആസ്ഥാനമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഒരു 6 സെൻറ്റ് സ്ഥലവും 2 നില കെട്ടിടവും മാത്രമാണ് ഇതിനൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. പല കാര്യങ്ങളും ചെയ്യുവാൻ അപര്യാപ്തമാണ് ഈ സ്ഥലം. അതുകൊണ്ട് ഗുരുവിൻ്റെ ഇച്ഛ അനുസരിച്ച് ഇതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം വാങ്ങുവാൻ, ഗുരുവിൻ്റെ പേരിലാക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് ഏതാനും ദിവസത്തിനകം സഫലീകൃതമാവും. അവിടെ ഈ അമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യവും എത്ര ആളുകൾ വന്നാലും 3 നേരവും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനവും, അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകൾക്ക് താമസിക്കുവാനും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ നല്ല ഭക്ഷണവും നല്ല സൗകര്യവും താമസ സൗകര്യവും ഒക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്കത് ചെയ്തു കൊടുക്കണം. അതേപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ സങ്കേതം ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഗുരുനാരായണ സേവാനികേതൻ്റെ ഒരു അനക്സ് പാലായിക്കടുത്ത കൊടുമ്പിടിയിലെ വിശ്രാന്തി നികേതൻ എന്നുള്ള പേരിലും നടന്നു വരുന്നുണ്ട്. അവിടെയും കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ശ്രീനാരായണ ഭക്തന്മാരുടെ, ഗുരുഭക്തന്മാരുടെ ഹൃദയം നിറഞ്ഞ ഒരു നന്മ മാത്രമാണ് ഞങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത്. ഗുരുദേവൻ്റെ ആ ഒരു കാരുണ്യം ഓരോ വ്യക്തികളിൽ കൂടിയും അങ്ങനെ ഒഴുകി വരുന്നത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയ ഉദ്യമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സേവാനികേതനിൽ എന്നും നടക്കുന്ന പ്രാർത്ഥനയിലും ഈ ഭക്ഷണ വിതരണത്തിലും ഈ മാനുഷിക യജ്ഞത്തിലുമൊക്കെ എല്ലാവരും വന്ന് സഹകരിക്കുക. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന, നിങ്ങളുടെ വലിയ ഹൃദയം കൈകളിൽ കൂടി നന്മ നിറഞ്ഞ ഒരു കാണിക്കയായിട്ട് സമർപ്പിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണമേ എന്ന് ഗുരുനാമത്തിൽ നിങ്ങളോടെല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.